തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തിൽ പ്രതികരണവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ സത്യം പറയുന്നത് രോഗികളോട് കടപ്പാടുള്ളതിനാൽ പലപ്പോഴും ഉപകരണങ്ങൾ വാങ്ങി നൽകുന്നത് രോഗികൾ. ഉപകരണക്ഷാമം 1 മാസം മുൻപ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ വിഷയം അറിയിച്ചു. വീഴ്ച വരുത്തിയത് ആശുപത്രി മേധാവിമാരെന്നും ഡോക്ടർ ഹാരിസ് അപേക്ഷിച്ചും ഇരുന്നുമടുത്തെന്നും ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം. പ്രതിസന്ധി അന്വേഷിക്കാൻ 4 അംഗ സമിതിയെ നിയമിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ. കൊലപാതകം മുഖ്യപ്രതിയുടെ പെൺസുഹൃത്തിന്റെ വീട്ടിൽ വെച്ചെന്ന് പ്രതികളുടെ കുറ്റസമ്മതം. കൊലപാതകത്തിൽ 2 പേർ അറസ്റ്റിൽ. കേസിൽ സ്ത്രീകൾ ഉൾപ്പെടെ കൂടുതൽ പേർ പ്രതികളെന്ന സൂചന. ഹേമചന്ദ്രന്റെ മൃതദേഹം DNA പരിശോധനാ ഫലം വന്നതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മലപ്പുറം കരുവാരക്കുണ്ടിൽ വാഹനാപകടത്തിൽ 2.5 വയസ്സുകാരന് ദാരുണാന്ത്യം. മരിച്ചത് കേരള ഗാന്ധിനഗർ സ്വദേശി മുജീബ് മുസ്ലിയാരുടെ മകൻ നഫ്ലാൻ. കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് ഗുരുതര പരിക്ക്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊച്ചിയിൽ DJ പാർട്ടിക്കിടെ സംഘർഷം. യുവതി യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് ആക്രമിച്ചു. സംഭവം കൊച്ചി എടശ്ശേരി ബാറിൽ. ആക്രമണം മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ. സംഘർഷം സിനിമാ താരങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ. ഒരാൾ കസ്റ്റഡിയിൽ. സംസ്ഥാന DGP നിയമനത്തിൽ നിയമോപദേശം തേടി സർക്കാർ. ഇൻചാർജ് DGP നിയമനം ഉണ്ടാകില്ല. നിയമനം നിയമയുദ്ധത്തിന് വഴിവെക്കുമെന്നും വിലയിരുത്തൽ. നിലവിലെ പട്ടികയിൽ നിന്ന് മാത്രം നിയമനമെന്നും സൂചന. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷം. തൃശൂർ എരുമപ്പെട്ടിയിൽ കനത്ത മഴ 2 വീടുകൾ തകർന്നു. മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ച് കാലാവസ്ഥാ വകുപ്പ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഇന്ന് തുറക്കും. 12 മണിയോടെ ഡാമിന്റെ 13 ഷട്ടറുകൾ തുറക്കുമെന്ന് തമിഴ്നാട്. ജലനിരപ്പ് 136.10 അടിയായി. തുറന്നുവിടുക 1000 ഘനയടി വെള്ളം. ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ. കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥി ക്രൂരപീഡനത്തിനിരയായതിൽ നിർണായക തെളിവുകൾ പോലീസിന്. 3 പ്രതികളുടെയും ഫോണിൽ നിന്ന് 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ കണ്ടെത്തി. പീഡനം നടന്നത് 3 ഇടങ്ങളിലായെന്ന് CCTV ദൃശ്യങ്ങളും. പെൺകുട്ടിയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. കേസിൽ കോളേജ് സുരക്ഷാ ജീവനക്കാരനും അറസ്റ്റിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം.